കാരണം അവിടെ വലിയ ചെടിയായിരുന്നു. ഇത്രയും കിട്ടി. വലുതൊക്കെ നമുക്ക് കഴിക്കാം, ചെറുതൊക്കെ നമുക്ക് അച്ചാറിടാം. അപ്പൊ ഇനി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ ബ്രോക്കലി വെച്ചിട്ടുള്ള തോരൻ, മെഴുക്കുവരട്ടി, സൂപ്പ്. ഇതിന്റെ ഇലയൊക്കെ നമുക്ക് നമുക്കിതിനെ അങ്ങോട്ട് ആക്കാം. ആദ്യം ഇതിനകത്തൊരു എന്റെ പുറകെ നടക്കേണ്ടി വരുമോ? ഇവിടെ വന്ന് കേറണടാ. ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ കുറച്ച് വിളവെടുപ്പ് വീഡിയോ ആണ്. ഞങ്ങളുടെ വിൻ്റർ വെജിറ്റബിൾസിൻ്റെ വിളവെടുപ്പാണ്. ബ്രോക്കോളി, കോളിഫ്ലവർ, പിന്നെ കുറച്ച് പൊട്ടറ്റോസ് ഇപ്പോൾ ഉണ്ട്. അത് വിൻ്റർ വെജിറ്റബിൾ അല്ല, അത് കുറച്ച് നാളായിട്ട് ഈ മണ്ണിനടിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ വിളവെടുക്കണം. പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ക്യാബേജ് ആയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക, അല്ലെങ്കിൽ അത് ഇപ്പോൾ എടുക്കുന്നില്ല. ക്യാബേജും കുറഞ്ഞിപ്പുണ്ട്. പിന്നെ ബ്രസൽ സ്പ്രൗട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെജിറ്റബിൾ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 4 വെജിറ്റബിൾസ് ആണ് വിൻ്ററിൽ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാബേജ് ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. ബാക്കി നമ്മുടെ കോളിഫ്ലവറും ബ്രോക്കോളി കുറച്ച് ഞങ്ങൾ നേരത്തെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ മൊത്തം പറിക്കുക. ഇനിയിപ്പോൾ നിർത്തിയിരുന്നാൽ അത് പൂത്തു പോകും, ബ്രോക്കോളിയും ഈ ഒരു കോളിഫ്ലവറും. അപ്പോൾ ഞങ്ങൾ വീഡിയോ ആദ്യം കാണുന്നിടത്ത് ഞങ്ങൾ ഓസ്ട്രേലിയയിലാണുള്ളത്. ഓസ്ട്രേലിയയിലെ കാൻബറയിലാണുള്ളത്. ഇവിടെ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളും പിന്നെന്താ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഇവിടെ കാൻബറയിൽ തണുപ്പ് കുറച്ച് കൂടുതലാണ്. ഈ നമ്മുടെ ബ്രിസ്ബെയിനിലും കെയ്ൻസിലും ഒക്കെ ഉള്ളതുപോലെ അല്ല, കുറച്ച് തണുപ്പ് ഇവിടെ കൂടുതലായതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വിൻ്ററിൽ പ്രത്യേകിച്ചൊന്നും വളരത്തില്ല. ഇതുപോലുള്ള കുറച്ച് വെജിറ്റബിൾസേ വിൻ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ സമ്മർ ആകുമ്പോഴാണ് ഞങ്ങളുടെ മെയിൻ കൃഷിയൊക്കെ ചെയ്യുന്നത്. സമ്മറിൽ ഞങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ചെടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് വിളവെടുക്കാം. ഞങ്ങൾക്ക് 2 കോഴികളും 2 റാബിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവരാണ് ഞങ്ങളുടെ കോഴികൾ. രാവിലെ തുടങ്ങും കാറിച്ച. ഇവിടെ ആരെങ്കിലും പുറത്തിറങ്ങിയ ഉടനെ അത് കരയാൻ തുടങ്ങും. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ആരെങ്കിലും പുറത്ത് നിൽക്കുമ്പോൾ അവരെ അഴിച്ചു വിട്ടില്ലെങ്കിൽ ഫുൾ ടൈം സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും ബ്രോക്കോളീസ്. നമുക്ക് ഇത്രയും ബ്രോക്കോളീസ് ഉണ്ട്. 1 6 എവിടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറിച്ചു. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഇത് ഏകദേശം ഇത് നന്നായിട്ട് ആയി. ഇനിയും അത് നിർത്തിയിരുന്നാൽ അത് പൂത്തു പോവും. വലുതായിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം മാത്രമേ, ഇതും വേറൊരു കുഞ്ഞിതുണ്ടായിരുന്നു. അത് 2 ഉള്ളൂ അധികം അങ്ങനെ വലുതാവാത്തത്. ബാക്കിയെല്ലാം തന്നെ നന്നായിട്ട്. ഇത് നമ്മൾ മേടിക്കുന്നതിനേക്കാളും ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടത് ഇതുണ്ടോ? ഇതിൻ്റെ ഈ ഒരു ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു നീളം കൂടുതലാണ്. നമ്മൾ മേടിക്കുന്നത് ഈ തണ്ടില്ലേ, ഈ തണ്ട് നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ ഇതിങ്ങനെ അടുത്തടുത്ത് കുറച്ചുകൂടി താന്നിരിക്കും. ഇതിന് വളർന്നു പോയിട്ടാണോന്ന് അറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതും അതുപോലെ ആയിരുന്നു. ഇങ്ങനെ നീളം കുറവാണ്. ഈ തണ്ടിന് നീളം കുറവാണ് മേടിക്കുന്നതിന്. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ റാബിറ്റ്സ് കഴിക്കും. അതുകൊണ്ടാണ് അങ്ങനെ റാബിറ്റ്സിനെ എടുത്തത് കൊണ്ടാണ് അതിനൊന്നും ഇലയില്ലാത്തത്. ഇത് നമുക്ക് ഇത്രയും ബ്രോക്കോളീസ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഇത് പൂത്താലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പൂത്ത് കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കടയിൽ പോയപ്പോൾ കണ്ടു ബ്രോക്കോളീസും കോളിഫ്ലവറും പൂത്തത്. കോളിഫ്ലവർ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. നമ്മുടെ ഇവിടെ പൂത്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് നശിച്ചു പോയി. കടയിൽ പൂത്തത് വെച്ചിരുന്നാൽ കഴിക്കാം അല്ലേ ചേച്ചാ? ഞാൻ കണ്ടതാ മറ്റേ പുറത്തിരിക്കുന്ന കടയിൽ, മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന കടയിൽ. അപ്പോൾ ഇനി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ ബ്രോക്കലി വെച്ചിട്ടുള്ള തോരൻ, മെഴുക്കുവരട്ടി, സൂപ്പ്, മഫിൻ, പായസം വെച്ച
കേക്കത്തില്ല അവിടെ വേറെ ഓർക്കം പറ. ഇച്ച താമസം മാറുവന്നു. എന്നാ പിന്നെ ഞാനൊന്ന് ബ്രോക്കോളി കൊണ്ട് തന്നെ. അപ്പൊ ഇനി നമുക്ക് അടുത്തടുത്തേക്ക് പോയാലോ. കോളിഫ്ലവർ. ഇത് നമ്മുടെ ആദ്യത്തെ കോളിഫ്ലവർ. അടിപൊളി, നല്ല വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി 2-3 കൂടെ ഞാൻ എടുക്കുകയാണ്. ഈശ്വര, ഇത് നല്ല പോലെ നിൽക്കുന്നല്ലേ, എടുക്കാം അല്ലേ. ആഹാ ആഹാ, ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് നമ്മുടെ ഇതിന് പ്രത്യേകിച്ച് വളം എന്താ ചെയ്തേ, ഞങ്ങൾ വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ ഈ തൈകളൊക്കെ മേടിച്ച് ബണ്ണിങ്സിൽ നിന്ന് തൈകൾ മേടിച്ച് വെച്ചത്. പിന്നെ കഞ്ഞിവെള്ളം പ്രത്യേകിച്ച് ഞങ്ങൾ ചാണകം ഇട്ടിട്ടാണ് ഫസ്റ്റ്. ഞങ്ങൾ എപ്പോഴും എല്ലാ തൈകളും വയ്ക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് വളം ഇട്ടിട്ടാണ് തൈകൾ വയ്ക്കാറുള്ളത്. അപ്പോൾ ആദ്യം വളർന്നു വരാനുള്ളത് അതിനകത്തുനിന്ന് കിട്ടിക്കോളൂ അവർക്ക്. പിന്നെ ഒരു 2-3 പ്രാവശ്യം ഇത് ചെറുതായിട്ട് ഇത് പൂവുണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ബ്ലഡ് ആൻഡ് ബോൺ ഇട്ടു, ചാണകം ഇട്ടു. മമ്മി പോകുന്നതിന് മുന്നേ ഇതിന് വളമൊക്കെ ചെയ്തിട്ടാണ് മമ്മി പോയത്. അപ്പോൾ മമ്മിയും ഇതിന് ബ്ലഡ് ആൻഡ് ബോണും ചാണകമൊക്കെ ഒരു മൊത്തത്തിൽ ഒരു 2-3 പ്രാവശ്യം ഇട്ട് കാണും. 2 അല്ല, ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലുപൊടി, ബ്ലഡ് ആൻഡ് ബോൺ എന്ന് വെച്ചാൽ എല്ലുപൊടി. എല്ലുപൊടിയും ചാണകവും, കൗമാനൂറല്ല, ചാണകം. ഇനി നാളെ മഴയുണ്ടോ? ഇനി ഇവിടെ കാലാവസ്ഥ മാറുന്നത് കൊണ്ട് മഴയും തണുപ്പ് കുറയാനാണ് ഇനി ചാൻസ്. അറിയത്തില്ല. ഇത്രയും പറിച്ചാൽ മതിയല്ലേ. എല്ലാവിടെ പറിച്ചിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അടുത്ത ആഴ്ച ഓണപരിപാടി, ഓണാഘോഷമുണ്ട്. അടുത്ത ആഴ്ച ഓണാഘോഷമുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും ഓരോന്നും കൊടുത്താലോ, പണി. പിന്നെ പക്ഷെ അപ്പോഴത്തേക്കും ഇരിക്കുമോ? അപ്പോൾ ഇത്രയും കോളിഫ്ലവർ, 3 കോളിഫ്ലവറും പിന്നെ ബ്രോക്കോളി എല്ലാം എടുത്തു. ഇനി നമുക്ക് കുറച്ച് കട്ടപ്പണിയാണുള്ളത്. അതിനായിട്ട് പൊട്ടറ്റോസ് എടുക്കാനായിട്ട് ഞാൻ ഇച്ചായെ സ്വാഗതം ചെയ്യുന്നു. ഇച്ച, കം ഓൺ. ഇവിടെ ഈ ഒരു ബെഡിലും പിന്നെ അവിടെയും കുറച്ച് പൊട്ടറ്റോസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് എന്തായി നോക്കാം. അതിൻ്റെ ചെടി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉണങ്ങിപ്പോയ ചെടി ഞാൻ നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാം അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് പൊട്ടറ്റോസ് എടുക്കാം. എന്താ ചെടി ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ട, ഇതിൻ്റെ അടിയിലോട്ടെല്ലാം ഇനി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയുണ്ട് പൊട്ടറ്റോസ്. ഇതാണ് ഇവിടുത്തെ ചെടി. ഒന്നും വന്നില്ല. ഇപ്രാവശ്യം വിൻ്റർ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഈ ചെടികളൊക്കെ ഇപ്പോഴാണ്. അയ്യോ, അതേ കുഴിച്ചിട്ടിരുന്നത് അത്. ഇത് മധുരക്കിഴങ്ങായിരുന്നു. അയ്യടാ, അവിടെ ഉണ്ട് ചിക്കൻ. അയ്യോ, അവക്കാട അതിങ്ങനെ ഉണങ്ങിപ്പോയോ? എല്ലാം ഒരു മൂട്ടിൽ. ഇച്ചുണ്ട് ചാ. അല്ല, അതിൻ്റെ സൈഡിലോട്ടൊക്കെ സ്ട്രോബെറി ഉണ്ട്. ഇല്ലേ, അവിടെ ചെടി നല്ല പടർന്ന് പന്തലിച്ചിപ്പുണ്ടായിരുന്നു. അയ്യോ, ആ സ്ട്രോബെറി. അതെ, കണ്ട.
വൗ! കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണ്ട് ഉണ്ട് എന്ന്. കാരണം അവിടെ വലിയ ചെടിയായിരുന്നു. അയ്യോ, എൻ്റെ സ്ട്രോബെറി. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും പൊട്ടറ്റോസ് കിട്ടി. ഇത് സ്വീറ്റ് പൊട്ടറ്റോ അല്ല കേട്ടോ. ഇവിടെ 2 ടൈപ്പ് പൊട്ടറ്റോസ് ഉണ്ട്. അതിനകത്ത് ഏതൊരു പർപ്പിൾ കളറ്. ആഹാ, കുഞ്ഞതോ. ഇന്ന് ഇതിലോട്ടിട്ടു. ഗ്ലൗസ് വേണോ? കഴിഞ്ഞ ദിവസം ഇവിടെ പോയിട്ട് ഗ്രോസറി മേടിക്കാൻ പോയിട്ടേ പൊട്ടറ്റോസ് മേടിക്കാഞ്ഞത്. ഇവിടുന്ന് പൊട്ടറ്റോസ് അത് വേണ്ടച്ചാ. അത് ചുമ്മാ മാറ്റിയിടാല്ലേ, നട്ട് വയ്ക്കാം. ഇവിടെ ഫുള്ള് പംകിൻ കയറി കിടക്കുമായിരുന്നു, മത്തങ്ങ കയറി കിടക്കുമായിരുന്നു ഇവിടെ എല്ലാം. അതുകൊണ്ട് ഇതേ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ വിൻ്റർ ആയപ്പോൾ കയറി വന്നതാണ് ഇതെല്ലാം. ഇച്ച അവിടെ കുഞ്ഞിത് ഇട്ടിരുന്ന പിന്നെയും ഇപ്രാവശ്യം പിന്നെയും പിടിക്കും കേട്ടോ. പോച്ച അങ്ങനെയല്ല, അത് നമുക്ക് ഇപ്രാവശ്യം ഒരു സ്ഥലത്ത് മാത്രം നടാം. അല്ലെങ്കിൽ ഇതിനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറിച്ചു കളയാനും തോന്നത്തില്ല. പിന്നെ അവിടെ നിന്ന് അത്രയും സ്ഥലം പോകും. മണ്ണിന് നല്ല ഇളക്കം കിട്ടും. എന്തായി ചാ, കിട്ടുന്നുണ്ടോ? എത്രയും കിട്ടി. മണ്ണൊക്കെ ഒന്ന് കിളച്ചിളക്കി നല്ല സുന്ദരന്മാരാവും. എവിടെയാണെന്നറിയാൻ മേലാത്തോണ്ട് ചെടി പോയില്ലേ ഇച്ച, പിന്നെന്ത് ചെയ്യാനാ? അയ്യോ, അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. ഇതേ അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്യാരറ്റ് നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്നും അധികം ഉണ്ടായില്ല. റാബിറ്റ്സിന് കൊടുക്കാനുണ്ട്. ഉണ്ടെങ്കിലോ? ഇല്ലാന്ന് തോന്നിച്ചാ. ഇനിയുള്ളത് ഇതൊരു ഇതാ. ഇതേ ആ കാണുന്നത് ചാ. മണ്ണൊക്കെ ഒന്ന് ഇളകട്ടെ. പക്ഷെ മണ്ണിങ്ങനെ ഇളക്കരുതെന്നാ ഒരു പ്രകൃതി ജീവനക്കാരൻ പറഞ്ഞേ. ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഒരു പുള്ളി പറഞ്ഞേ, എൻ്റെ വീഡിയോസ് കാണുന്ന പുള്ളി പറഞ്ഞു, മണ്ണ് നമ്മളിങ്ങനെ കുഴിച്ചിളക്കാൻ പാടില്ല. അപ്പോൾ ആ മേളിലുള്ള കുറേ ബാക്ടീരിയ ജീവികളൊക്കെ ചത്തു പോകുന്നു. ഗുഡ് ബാക്ടീരിയാസ്. പിന്നെ വായുസഞ്ചാരം ഉണ്ടാക്കുകയാണോ? നമ്മുടെ നാട്ടിൽ കിളയ്ക്കുമല്ലേ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അവിടെ പൊട്ടറ്റോസ് ഇല്ലാന്ന് മനസ്സിലായി. ഇത് ഇനി ഉള്ള സ്ഥലം ഞാൻ അഞ്ചരണ്ടോ. ഇത് പൊട്ടറ്റോയുടെ ചെടിയായത്. കണ്ട കൊള്ളാല. കുഴപ്പമില്ല, ഇത്രയും പൊട്ടറ്റോസ് കിട്ടി, അത്യാവശ്യത്തിനുണ്ട്. അപ്പം നമ്മുടെ ഗാർഡൻ ബെഡൊക്കെ അടുത്ത വർഷത്തേക്ക് പതുക്കെ പതുക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സമയം കിട്ടുന്ന സമയത്തല്ലേ പക്ഷെ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒന്ന് കാലാവസ്ഥ കുറച്ചുകൂടെ നല്ലതാണ്. സമ്മർ
ഇത് നമ്മുടെ ക്യാബേജ് ഇവിടെ കുറച്ചുകൂടെ ആവാനുണ്ട്, ചെറുതാണ്. പിന്നെ ബ്രസീൽ സ്പ്രൗട്ട് എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക പ്രാവശ്യം. ഇതാണ് സംഭവം. അതിങ്ങനെ റോസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് കേട്ടേക്കുന്നത്. ഞാനിതുവരെ അത് വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഇനിയും വിളവെടുക്കാനായിട്ട് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അത് ആർക്കെങ്കിലും കൊടുക്കാറാവുമ്പോഴോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടെ എടുക്കണം. നമ്മുടെ കോഴി ഒരുത്തൻ തിരിച്ചു വന്നു. എന്നു വെച്ച പരിപാടി ഇത് നമ്മുടെ കമ്പോസ്റ്റ് അല്ലേ? അതെ, ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം മേടിച്ച ചെറുനാരകമാണേ. അതിനകത്ത് മേടിച്ചപ്പോൾ 2-3 ചെറുനാരങ്ങ ഉണ്ടായിരുന്നു, 2-3 നാരങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഇതിനകത്ത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ അപ്പോഴത്തെ ആവശ്യത്തിന് പറിച്ചെടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ളത് എല്ലാം ഒരുമിച്ച് പറിക്കുക. കാരണം ഇതിനകത്ത് പുതിയ പൂക്കളും ചെറിയ നാരങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഈ ചെടിയെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തൊരു ഓറഞ്ചും കൂടെ ഉണ്ട്, ഓറഞ്ച് മരം. ഓറഞ്ച് എന്ന് വെച്ചാൽ മാൻഡറിൻ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഓറഞ്ച് ഇവർക്ക് വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓറഞ്ചോടെ പറിച്ചാലോ? ഇത്രയും നാരങ്ങ കിട്ടി. ഇതാണ് നമ്മുടെ മാൻഡറിൻ, നമ്മുടെ നാട്ടിലെ ഓറഞ്ച്. ഇത് ഞങ്ങൾ ഇപ്രാവശ്യം ചട്ടിയിൽ നിന്ന് തറയിലോട്ട് മാറ്റിയതാണ്. ഒരു 1-2 മാസമായിട്ടേ ഉള്ളൂ. പിന്നെ ഇതൊത്തിരി അങ്ങോട്ട് വളർന്നില്ല. ഈ ഓറഞ്ച് അതുപോലെ തന്നെ നിൽക്കുകയാണ്, ഇതങ്ങോട്ട് പഴുക്കുന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഓർത്തു എന്തായാലും ഇതെല്ലാം കൂടെ പറിച്ചിട്ട് ചെടിക്ക് ഷോക്കായി കാണും, ആ സമയത്ത് ഇതിനെ ഇങ്ങോട്ട് മാറ്റിയത്. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വെച്ചതാണ്, കാരണം സമയം കിട്ടിയപ്പോൾ വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഇനി ചെടിയോ ഒന്ന് ഫ്രീ ആക്കാമെന്ന് ഓർത്ത് എല്ലാം ഞങ്ങൾ പറിച്ചെടുക്കുകയാണേ. മധുരം ഇല്ലെങ്കിൽ നമുക്ക് അച്ചാറിടാം. അച്ചാറിടാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ കണ്ടു, ഓറഞ്ച് അച്ചാർ. ഒന്ന് കഴിച്ചു നോക്കട്ടെ, മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ അച്ഛാ. എന്നാ സൂപ്പറാന്ന് നോക്കി, ഇതിങ്ങനെ ഫ്രഷാത്. പക്ഷെ ഇത് ഒത്തിരി പഴുക്കാത്തോണ്ടാണ് ഇച്ചിരി പാടാണ് ഇപ്പോൾ. ഓക്കെ, ഇതിന് ആക്ച്വലി നല്ല മധുരമുള്ള നാരകമാണ്. പക്ഷെ ഇതിപ്പോൾ കഴിക്കാം. ഒത്തിരി പുളിയില്ല, എന്നാൽ ചെറിയൊരു പുളിയുണ്ട്. പക്ഷെ ഇതിൻ്റെ ആ ഒരു നല്ലൊരു സ്വീറ്റ്നെസ് വന്നിട്ടില്ല. പക്ഷെ നല്ല പുളി അധികം ഇല്ല. പക്ഷെ എൻ്റെ കുരു പക്ഷേ ഇതായിട്ടില്ല, മച്ചുറായിട്ടില്ല. ഇതിന് ഞങ്ങൾ ഇവിടെ കൊണ്ട് നട്ടപ്പോൾ കുറേ കമ്പോസ്റ്റും കുറേ വളങ്ങളും ഒക്കെ ചേർത്തായിരുന്നു. അടുത്ത പ്രാവശ്യം സൂപ്പറായിട്ട് കയറി വരുമായിരിക്കും. ഇവിടെയൊക്കെ നിൽക്കുന്നത് പച്ച കളറിൽ, അതൊക്കെ നമുക്ക് അച്ചാറിൽ സൂപ്പറായിരിക്കും. ഇത്രയും കിട്ടി. വലുതൊക്കെ നമുക്ക് കഴിക്കാം, ചെറുതൊക്കെ നമുക്ക് അച്ചാറിടാം. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കോഴികൾ ദിവസം അഴിച്ചു വിട്ടപ്പോൾ ഒരു കോഴിയെ കാണുന്നില്ലായിരുന്നു. കുറേ നേരം ഈ വീടിന് ചുറ്റും ഞാനൊരു 3-4 പ്രാവശ്യം നോക്കിയിട്ട് ഞാൻ വിഷമിച്ച് ഒന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എവിടുന്നോ ഒരു അനക്കം കേൾക്കുന്നു. നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് പിന്നെ ഞാൻ അഴിച്ചു വിട്ടിട്ടില്ല, പിന്നെ ഇന്ന് അഴിച്ചു വിടുന്നത്. ഇച്ചിരി മുന്നേ ആ ബ്രൗൺ കോഴിയാണ് അവിടെ പോയത്. വൈറ്റ് കോഴി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇച്ചിരി മുന്നേ നോക്കിയപ്പോൾ ബ്രൗൺ കോഴിയെ പിന്നെയും കാണുന്നില്ല. എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങളും വിളവെടുപ്പും. സമ്മറിൽ ഞങ്ങൾ കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യാറുണ്ട് എല്ലാ പ്രാവശ്യവും, അതുപോലെ തന്നെ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.